കോൺഗ്രസിലാണ് നേതാക്കന്മാർ തമ്മിൽ കല്ലുകടിയെന്ന് പറഞ്ഞു നടന്നിരുന്ന ആൾക്കാര് കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോയത് അറിഞ്ഞതേയില്ല. CPM-ന് തലവൈദ്യനായി വീണ്ടും ജി സുധാകരൻ എത്തുകയാണ്. അപ്പോൾ ഈ അവസരം മുതലെടുക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ കടമയല്ലേ? അതുകൊണ്ട് തന്നെ CPM-നിട്ട് നല്ല കീറ് തന്നെ സതീശൻ കൊടുക്കുന്നുണ്ട്. മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരന് നേരെയുള്ള സൈബർ ആക്രമണത്തിൽ രൂക്ഷ പ്രതികരണവുമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രത്യക്ഷപ്പെടുന്നത്. കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന രാഷ്ട്രീയ നേതാവിനെതിരെ സൈബർ ആക്രമണം നടത്തുന്ന പാർട്ടിയായി CPM അധപ്പതിച്ചുവെന്ന് സതീശൻ പറയുകയാണ്. എല്ലാവരും ബഹുമാനത്തോടും ആദരവോടും നോക്കുന്ന നേതാവാണ് ജി സുധാകരൻ. നീതിമാനായ ഭരണകർത്താവായിരുന്നു. വിദൂഷകരുടെയോ സൈക്കോ ഫാന്റസികളുടെ കൂട്ടത്തിലോ അദ്ദേഹം ഇല്ല എന്നും സതീശൻ വ്യക്തമാക്കി. രാജകൊട്ടാരത്തിലെ വിദൂഷകർക്ക് മാത്രമാണ് കാര്യമുള്ളത്. മാന്യരായ ആളുകൾ CPM-ൽ പോലും സ്ഥാനമില്ല എന്നും ജി സുധാകരനെ അപമാനിക്കരുതെന്നും ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് ജി സുധാകരനെതിരെ സൈബർ ആക്രമണം നടത്തിയാൽ പോലും അത് തടയുമെന്നും സതീശൻ വ്യക്തമാക്കുകയാണ്. കൂടാതെ മുഖ്യമന്ത്രിയുടെ മകന് ED നോട്ടീസ് നൽകിയത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർ നേരെ ഹീനമായ സൈബർ ആക്രമണം നടക്കുന്ന വിവരവും സതീശൻ തെളിവ് സഹിതം പൊക്കിപ്പിടിച്ച് കാണിച്ചുകൊണ്ടാണ് എത്തിയത്. മാധ്യമപ്രവർത്തകരുടെ കുടുംബത്തെ വരെ ആക്രമിക്കുകയാണ് CPM-ന് എന്തുമാകാം. പിണറായി വിജയന്റെ മകൻ ED നോട്ടീസ് അയച്ചാൽ അത് വാർത്തയാക്കാൻ പാടില്ലേ? എന്തും നടക്കുമോ ഈ കേരളത്തിൽ? അതൊന്നും ശരിയല്ല എന്നും സൈബർ ആക്രമണം കൊണ്ട് മാധ്യമപ്രവർത്തനം അവസാനിപ്പിക്കാനാകുമെന്നും വനിതാ മാധ്യമപ്രവർത്തകർക്കെതിരായ ഹീനമായ ആക്രമണം നടന്നില്ലേ എന്നും CPM-നെതിരെ വാർത്ത കൊടുത്താൽ വ്യക്തിപരമായ സൈബർ ആക്രമണം നടത്തുന്ന പരിപാടിയിൽ കൈവച്ചാൽ മതിയെന്നും VD സതീശൻ വ്യക്തമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാന്റെ കാര്യത്തിൽ നടത്തിയ വിമർശനങ്ങൾ രൂക്ഷ ഭാഷയിലാണ് ജി സുധാകരൻ മറുപടി നൽകിയത്. തന്നെ ഉപദേശിക്കാനുള്ള യോഗ്യത സജി ചെറിയാൻ ഇല്ല എന്നും തന്നോട് ഫൈറ്റ് ചെയ്തവരാരും വിജയിച്ചിട്ടില്ല എന്നും സുധാകരൻ തുറന്നടിച്ചതോടെയാണ് വിവാദങ്ങൾ വീണ്ടും തലമുക്കിയത്. ജി സുധാകരൻ പാർട്ടിയോട് ചേർന്ന് പോകണമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിരുന്നു. അതിന് മറുപടിയായിട്ടാണ് ജി സുധാകരൻ വിമർശനമായി എത്തിയത്. അത് ഇപ്പോൾ മുതലെടുത്തുകൊണ്ട് പ്രതികരിക്കുകയാണ് പ്രതിപക്ഷം. സതീശന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. അല്ല, അവര് ജി സുധാകരനെ പോലുള്ള ഇത്രയും സമുന്നതനായ ഒരു നേതാവിനെതിരെ ഞങ്ങളെല്ലാവരും അടക്കം കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെതിരായി, സ്വന്തം പാർട്ടിയിലെ രാഷ്ട്രീയ നേതാവിനെതിരായി സൈബർ ആക്രമണം നടത്തുന്ന ഒരു പാർട്ടിയായി CPM അധപതിച്ചല്ലോ. ഞങ്ങളെല്ലാം വളരെ ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടി നോക്കിക്കാണുന്നത്. ഞാൻ ഇപ്പോഴത്തെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലല്ല പറയുന്നത്. അതൊരു നീതിമാനായ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ പൈസ കൊടുക്കുന്നത് 140 നിയോജകമണ്ഡലത്തിലും ഒരുപോലെയായിരുന്നു. ഞാൻ അഭിനന്ദിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ നിയമസഭയിൽ. ഞാനന്ന് പ്രതിപക്ഷത്തിരുന്ന് മന്ത്രിമാരെയൊക്കെ വിമർശിക്കുന്ന കാലത്ത് ഈ മനുഷ്യനെ ഞാൻ അഭിനന്ദിച്ചിട്ടുണ്ട്. 140 നിയോജകമണ്ഡലത്തിലേക്ക് ഒരുപോലെ കൊടുക്കും പൈസ, ഒരുപോലെ. ഒരു നീതിമാനായ ഒരു ഭരണകർത്താവായിരുന്നു. എല്ലാവരോടും മാന്യമായി ഇടപെടുന്ന, നല്ല ഒരു ബൗദ്ധിക പശ്ചാത്തലമുള്ള, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. ആളെ പോലും വെച്ചേക്കില്ല. കാരണം ആൾ മറ്റേ സൈക്കോ ഫാൻസിന്റെ കൂടെയില്ല, വിദൂഷകരുടെ കൂട്ടത്തിലല്ല ജി സുധാകരൻ. വിദൂഷകരെ മാത്രമാണ് ഇപ്പൊ രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാർക്ക് മാത്രമാണ് ഇപ്പൊ കാര്യമുള്ളത്, അല്ലേ? അല്ലാതെ ഉള്ള മാന്യരായ ആളുകൾക്ക് CPM-ൽ പോലും സാധനമില്ല. പിന്നെയാണ് ഞങ്ങളുടെയൊക്കെ സ്ഥിതി. പുറത്ത് നിൽക്കുന്ന ആളുകളെ, പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഞങ്ങളെയൊക്കെ എങ്ങനെയാണ് ഇവർ പറയാതിരിക്കുക? അല്ലല്ല, അങ്ങനെയാണ്. ഞാൻ അദ്ദേഹത്തെ ഒന്നും അങ്ങനെ കാണുന്ന ഒരാളല്ല. അദ്ദേഹത്തെ അപമാനിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ചെയ്താലും ഞാൻ വിളിച്ചു പറയും, നീ ചെയ്തത് ഡിലീറ്റ് ചെയ്യണം, അദ്ദേഹത്തെക്കുറിച്ച് അപവാദം പറയരുതെന്ന് പറയും ഞാൻ. കാരണം അത് നമ്മുടെ ഉള്ളിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഞങ്ങളുടെയൊക്കെ മനസ്സ് നിറച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ എന്നും ബഹുമാനത്തോട് നോക്കി കാണുന്ന ആളാണ്. ഞാൻ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം എന്റെ നിയോജകമണ്ഡലത്തിൽ ഒരു പാല ഉദ്ഘാടനത്തിൽ വന്നപ്പോഴും ഞാൻ പരസ്യമായി പ്രസംഗിച്ച്, എന്റെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ്. അത് അങ്ങനെയൊക്കെ അദ്ദേഹത്തെ പോലെയൊക്കെ ഇത്രയും സമുന്നതനായ ഒരു നേതാവിനെയൊക്കെയാണ് ഇവർ ഈ ആളുകളെ വെച്ചുകൊണ്ട്, ഇതുപോലത്തെ ഈ കൂലിപ്പട്ടാളത്തെ വെച്ചുകൊണ്ട് അപമാനിക്കുന്നത്. അതിൽ നിന്ന് അവർ പിന്തിരിയണമെന്നാണ് എനിക്ക്